ഓക്കെ, എല്ലാവരും വെക്കേഷനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർവേയിങ് 2-ലെ 3-ാമത്തെ മൊഡ്യൂള്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ട്രാവേഴ്സിങ് ആയിരുന്നു അല്ലേ? തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്. തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്ങിന് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അത് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ലാറ്റിറ്റ്യൂഡ് എന്താണ്, മെറിഡിയൻ എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ദെൻ പിന്നെ ലാസ്റ്റ് ആയിട്ട് എന്തായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഏരിയ മെഷർ ചെയ്യുന്നത്, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് ഹൈറ്റ് ഡിസ്റ്റൻസസ് ഒക്കെ മെഷർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് വരുന്ന വേറൊരു സെഷനാണ് ടാക്യോമെട്രി. ഓക്കെ, അപ്പോൾ ടാക്യോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ടാക്യോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിയോഡലൈറ്റ് എക്യുപ്മെന്റിന്റെ കൂടെ ഒരു സ്റ്റാഡിയ ഡയഫ്രം, നമുക്കറിയാം ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ക്രോസ് ഹെയർസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലെൻസാണ് അല്ലേ. അപ്പോൾ ആ ലെൻസിൽ ഉള്ളൊരു പ്രത്യേകതയാണ് ഈ സ്റ്റാഡിയ ഡയഫ്രം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെൻസിന് നമുക്ക് സാധാരണ ഒരു ഹൊറിസോണ്ടൽ ക്രോസ് ഹെയറേ കാണാറുള്ളൂ. പക്ഷെ നമ്മുടെ സ്റ്റാഡിയ ഡയഫ്രത്തിൽ 3 ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർസ് വരും. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഈ മൊഡ്യൂൾ 3-ൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നുള്ളൊരു ബ്രീഫ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് ആണ് ഈ കാണുന്നത്. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസ് ടാക്യോമെട്രി. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസിൽ നമുക്ക് വരുന്നത് റീഡിംഗ് ഓഫ് വെർട്ടിക്കൽ ആംഗിൾ, finding the elevation of objects, then base of the object, accessible and inaccessible, instrument in the same plane and different plane, problems related principles of tachyometry, constant of tachyometer, determination of the constants, systems of tachyometric measurements, then stadia systems and tangential systems, theory of stadia tachyometry, relations of the staff held vertical and normal to the line of sight, determination of the distances and elevations, then problems related analytic lens എന്താണ്, advantage disadvantages of the tachyometry ഒക്കെ എന്താണ്, അതേപോലെ തന്നെ problems with analytical lens, tangential tachyometry, principal methods and tachyometric traversing, and then contouring. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. എല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തിയോഡലൈറ്റ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു സെഷൻ പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ തിയോഡലൈറ്റ് നിങ്ങൾക്ക് തറുവാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ മോർ പ്രിസൈസ്ലി. ഓക്കെ, മോർ പ്രിസൈസ് ആയിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾസും വെർട്ടിക്കൽ ആംഗിൾസും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ തിയോഡലൈറ്റിനകത്ത് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ എങ്ങനെയാണ് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുന്നത്, അതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതിനൊരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നത് പോലെ നമ്പർ ഓഫ് മെത്തേഡ്സ് ഒന്നും ഇതിനകത്തില്ല. ഒരൊറ്റ മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ വെർട്ടിക്കൽ ആംഗിൾ? ഓക്കെ, വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എടുക്കുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആംഗിൾസ് എന്തായിരിക്കും? വെർട്ടിക്കൽ പ്ലെയിനിൽ എടുക്കുന്ന ആംഗിൾസ് അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ത്രൂ ദ ട്രുണിയൻ ആക്സിസ്. എന്താ ട്രുണിയൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലേ, നമ്മുടെ ഇൻസ്ട്രുമെന്റ് വിത്ത് റെസ്പെക്ട് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനിൽ വിത്ത് റെസ്പെക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രുണിയൻ ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ആക്സിസിന്
വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക? ടെലസ്കോപ്പിനെ. അതല്ലേ ട്രാൻസിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ആ ഹൊറിസോണ്ടൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. ഓക്കെ, ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റിന് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ ട്രൂണിയൻ ആക്സിസിലേക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റുകളാണ്. ഓക്കെ, ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റുകൾ. അപ്പൊ നമുക്കറിയാം നമ്മുടെ തിയോഡലൈറ്റ് ഇൻസ്ട്രുമെന്റിനകത്ത് ഒരു ടെലസ്കോപ്പ് ഉണ്ട്. അപ്പൊ ടെലസ്കോപ്പിന് നമുക്ക് മുകളിലേക്ക് പൊക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആവുകയാണ് അല്ലെ? ആക്ച്വലി ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്ന കേസുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ലൈൻ ഓഫ് സൈറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ട്രൂലി പാരലൽ ആയിട്ട് വെക്കണം. എന്തിന് പാരലൽ ആയിട്ട് വെക്കണം? നമ്മുടെ പ്ലേറ്റ് ലെവലിനൊക്കെ പാരലൽ ആയിട്ട്, പ്ലേറ്റ് ലെവൽ ആക്സിസിനൊക്കെ പാരലൽ ആയിട്ടായിരിക്കും ആരുണ്ടായിരിക്കുക? നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പിന്നെന്താണ്, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ഉണ്ട്. അപ്പൊ ആക്സിസ് ഓഫ് ടെലസ്കോപ്പിന് പാരലൽ ആയിട്ടും ഒക്കെയാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ മുകളിലേക്ക് ടെലസ്കോപ്പിനെ ടിൽറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഇൻക്ലൈൻഡ് ആയിട്ട് മാറുകയാണ് അല്ലെ? ആ ഒരു ഇൻക്ലിനേഷൻ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിന് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് ആ ഇൻക്ലിനേഷൻ എത്രയാന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യണം. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് വെർട്ടിക്കൽ സർക്കിൾ. അപ്പൊ എന്താ വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ലെഫ്റ്റ് ആയിട്ട്, ഫോർ ദ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ, നമ്മൾ ഫേസിന് ലെഫ്റ്റ് ആയിട്ട് ഒരു വെർട്ടിക്കൽ സർക്കിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ എന്താ ഫേസ് ലെഫ്റ്റ്, ഫേസ് റൈറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഫേസ് ലെഫ്റ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സർക്കിളാണ് വെർട്ടിക്കൽ സർക്കിൾ. ഓക്കെ, ആ വെർട്ടിക്കൽ സർക്കിൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ആൾട്ടിറ്റ്യൂഡ് ബബിളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്നത് വെർട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അതിന്റെ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് ബബിള് സെന്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ടെലസ്കോപ്പിന്റെ മുകളിലേക്ക് പൊക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാം? ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ? മുകളിലേക്ക് പൊക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന എ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ മുകളിലാണ് അല്ലെ? ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ മുകളിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ. അവിടേക്ക് നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ എടുക്കുന്ന ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മള് ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ മുകളിലേക്കല്ലേ നമ്മൾ എടുക്കുന്നത്. അത് കാരണം നമുക്ക് അതിന് എന്ത് പറയാം? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയാം. അപ്പൊ എന്തായിരിക്കും ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ താഴേക്കാണ് എടുക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ ആ ഒരു ടെലസ്കോപ്പിന് താഴേക്കാണ് നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് താഴെയാണെങ്കിൽ അതെന്തായിരിക്കും? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ ട്രൂണിയൻ ആക്സിസ്. അപ്പൊ ട്രൂണിയൻ ആക്സിസിനെ അല്ലെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിനെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിനെയൊക്കെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണോ നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിരിക്കും. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആംഗിൾസ് എടുക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഹൊറിസോണ്ടൽ ആംഗിൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു തറോ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ? ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതിന്റെ ടാബുലർ അക്കോളം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അത് കാരണം നമുക്ക് ഇത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മെഷർമെന്റ് എടുക്കുന്നത്. ഒരു നമുക്ക് ഒരു എന്തുണ്ട്, ഒരു
ഹൊറിസോണ്ടൽ സർക്കിൾ ഉണ്ടല്ലേ, അവിടെ നമുക്കൊരു മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്നാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾസ് എടുക്കുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ സർക്കിളിനകത്തും ഇതേപോലെ തന്നെ ഒരു വെർനിയർ സ്കെയിൽ ഉണ്ട്, അതിന്റെ തൊട്ട് ബാക്കിലായിട്ടൊരു മെയിൻ സ്കെയിൽ ഉണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ എന്തെടുക്കുന്നത്, ഹൊറിസോണ്ടൽ ആംഗിൾ അല്ല, ഇതിനകത്ത് വെർട്ടിക്കൽ ആംഗിൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു മെഷർമെന്റിന്റെ ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പൊ മെഷർമെന്റ് എടുക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്, എടുക്കുന്നത് വെർട്ടിക്കൽ സർക്കിൾ എന്നാണെന്ന് മാത്രം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുള്ള തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ഓഫ് എലിവേഷൻ. ഈ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എ എന്ന പോയിന്റ് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ട്രൊണിയൻ ആക്സിസിന് മുകളിലായത് കാരണമാണ് നമ്മൾ അതിനെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഇത് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഞാനത് ഇതിനകത്ത് വരച്ചിട്ടില്ല, അടുത്ത ഫിഗറിലൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ടെലസ്കോപ്പ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ടെലസ്കോപ്പ്. അപ്പൊ ടെലസ്കോപ്പിന്റെ സെന്ററിൽ നിന്നായിരിക്കും നമ്മൾ ഈ ആംഗിൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കാരണം അവിടെ നിന്നാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്, ഈ ഒരു ലൈനാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ടെലസ്കോപ്പിനെ ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ, ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്കുള്ള പോയിന്റ്സ് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടെലസ്കോപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ട്രാൻസിറ്റിങ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്കറിയാലോ. അപ്പൊ നമുക്ക് പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എ പോയിന്റ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ എ പോയിന്റ് കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അകത്തൊരു വെർട്ടിക്കൽ സർക്കിൾ ഉണ്ട്. ആ വെർട്ടിക്കൽ സർക്കിളിൽ ഗ്രാജുവേഷൻസ് ഉണ്ട്, മെയിൻ സ്കെയിൽ ഉണ്ട്, വെർനിയർ സ്കെയിൽ ഉണ്ട്. ആ സ്കെയിലുകളിൽ നിന്നായിട്ട് നമുക്ക് എന്തെടുക്കാം, നമുക്ക് മെഷർമെന്റ് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ പോയിന്റിലേക്കുള്ള റീഡിങ്ങുകൾ എടുക്കുന്നത്. നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു മെയിൻ സ്കെയിലും ഒരു വെർനിയർ സ്കെയിലും ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ ഉണ്ടെന്നല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണോ മെഷർ ചെയ്തത്, ആദ്യം ഒരു എ സ്കെയിൽ ഉണ്ട്, ആ എ സ്കെയിലിനകത്ത് നമ്മൾ മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും എടുത്തു അല്ലെ. എന്നിട്ട് ആ രണ്ട് റീഡിങ്ങും നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ബി സ്കെയിൽ ഉണ്ട്, ബി സ്കെയിലിൽ നിന്നും എന്തെടുത്തു, മിനിറ്റും ഡിഗ്രിയും. എ സ്കെയിലിൽ നിന്ന് നമ്മൾ ഡിഗ്രിയും മിനിറ്റും സെക്കൻഡും എടുത്തു. ബി സ്കെയിലിൽ നിന്നും ഇതേപോലെ തന്നെ ഡിഗ്രി എടുക്കില്ല, മിനിറ്റും സെക്കൻഡും മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് രണ്ട് സ്കെയിലുകൾ ഉള്ളത്, സി സ്കെയിലും ഡി സ്കെയിലും. ഇതിനകത്ത് നമ്മൾ സി സ്കെയിലിനകത്ത് നിന്നാണ് ഡിഗ്രിയും മിനിറ്റും സെക്കൻഡും എടുക്കുന്നത്. ഡി സ്കെയിലിനകത്ത് നിന്ന് എന്ത് മാത്രമേ എടുക്കുള്ളൂ, മിനിറ്റും സെക്കൻഡും മാത്രമേ എടുക്കുള്ളൂ. എന്നിട്ട് രണ്ടും കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദ മെഷർമെന്റ്, റീഡിങ് ഓഫ് വെർട്ടിക്കൽ ആംഗിൾ. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു വെർട്ടിക്കൽ ആംഗിൾ റീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു രണ്ട് പോയിന്റിലേക്ക് എങ്ങനെയൊക്കെയാണ് അത് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട്, റിപ്പീറ്റേഷൻ ഉണ്ട്, റീട്രേഷൻ ഉണ്ട്. ആ രണ്ട് മെത്തേഡിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും അതിന്റെ ആക്യുറസി ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരൊറ്റ സിംഗിൾ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ, ഡിഫറെന്റ് മെത്തേഡ്സ് ഇല്ല, ഒരൊറ്റ മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഇതെങ്ങനെയാണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെർട്ടിക്കൽ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട് ആക്ച്വലി ഈ വെർട്ടിക്കൽ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത്. വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുന്നത് നമുക്ക് സാധാരണ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് നമുക്ക് അറിയണം. അപ്പൊ അത് ആ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സാധാരണ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വെർട്ടിക്കൽ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ ഹൈറ്റ് മെഷർമെന്റ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാട്ടോ. അപ്പൊ നമുക്കിപ്പോ എങ്ങനെയാ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുന്നത് നോക്കാം. To measure the vertical angle of the instrument should be leveled with reference to the altitude bubble. അപ്പൊ നമുക്കറിയാം ഈ വെർട്ടിക്കൽ സർക്കിളിന്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ബബിളിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു വെർട്ടിക്കൽ ആംഗിൾ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓൾട്ടിറ്റ്യൂഡ് ബബിൾ സെന്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം.
അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഏത് പോയിന്റിലാണോ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് ഇൻസ്ട്രുമെന്റ് സെന്റർ ചെയ്യണം, ലെവൽ ചെയ്യണം, എലിമിനേഷൻ ഓഫ് പാരലാക്സ്, അത് മൂന്നും നമ്മൾ ചെയ്യണം. അപ്പൊ ആ ലെവലിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏതെങ്കിലും രണ്ട് ഫുഡ് സ്ക്രൂസിന് നമ്മൾ പ്ലേറ്റ് ലെവൽ പാരലാക്കി വെക്കുന്നു. ദെൻ രണ്ട് ഫുഡ് സ്ക്രൂസിനെ ഒന്നില്ലെങ്കിൽ ബോത്ത് ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ബബിളിനെ സെന്റർ ആക്കുന്നു അല്ലെ. ദെൻ ഒരു 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് തേർഡ് ഫുഡ് സ്ക്രൂ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? തേർഡ് ഫുഡ് സ്ക്രൂ ലൂസൺ ചെയ്യും, ടൈറ്റൻ ചെയ്യും. അതായത് ബോത്ത് ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബബിളിനെ സെന്റർ ആക്കുന്നു. ദെൻ ഒരു 180 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആ ബബിൾ സെന്റർ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ലെവലിംഗ് ചെയ്യുന്നത്. ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രമാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത്രയും ചെയ്താൽ മതി. പക്ഷേ നമുക്ക് വെർട്ടിക്കൽ ആംഗിളും കൂടി മെഷർ ചെയ്യേണ്ട കേസിൽ നമ്മൾ എന്തും കൂടെ ചെയ്യണം? ഓൾട്ടിറ്റ്യൂഡ് ബബിളും കൂടെ സെന്റർ ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെന്ററിങ്ങും അതേപോലെ തന്നെ ലെവലിങ്ങും എലിമിനേഷൻ ഓഫ് പാരലാക്സ് നമ്മുടെ ഫോക്കസിങ് ഐ പീസും ഒബ്ജക്റ്റീവും ഒക്കെ ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വെർട്ടിക്കൽ സർക്കിളിന്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഓൾട്ടിറ്റ്യൂഡ് ബബിൾ സെന്റർ ചെയ്യണം. അപ്പൊ ഇതും ഇതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ് ലെവലിൽ പോലെ തന്നെയുള്ള ഒരു ബബിളാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രണ്ട് ഫുഡ് സ്ക്രൂസിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് ബബിൾ കൊണ്ടുവരിക. ഓക്കെ, ദെൻ രണ്ട് ഫുഡ് സ്ക്രൂസും ബോത്ത് ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഓൾട്ടിറ്റ്യൂഡ് ബബിളിനെ സെന്റർ ആക്കുക. ദെൻ ഒരു 90 ഡിഗ്രി വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. തേർഡ് ഫുഡ് സ്ക്രൂ യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും ഓൾട്ടിറ്റ്യൂഡ് ബബിളിനെ ഒന്നുകൂടെ സെന്റർ ആക്കുക. ദെൻ ഒരു 180 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യാം. ഓൾട്ടിറ്റ്യൂഡ് ബബിളും അതുപോലെ തന്നെ പ്ലേറ്റ് ബബിളും സെന്റർ ചെയ്യുന്നത് ഒരേപോലെ തന്നെയാണ്. രണ്ട് പൊസിഷൻ വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ കേട്ടോ. ഒന്ന് നമ്മുടെ ടെലിസ്കോപ്പിന്റെയും അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ സർക്കിളിന്റെ ഒക്കെ മുകളിലായിട്ട് ആ ഒരു പൊസിഷനിലാണ് അതിരിക്കുന്നത്. മറ്റത് നമ്മുടെ മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലിന്റെ ഒക്കെ തൊട്ട് മുകളിലായിട്ടാണ് പ്ലേറ്റ് ലെവൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലെവൽ ചെയ്യണം. അപ്പൊ ആദ്യത്തെ ലെവലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ട്രൂലി ഹൊറിസോണ്ടൽ ആക്കാനും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസിനെ ട്രൂലി വെർട്ടിക്കൽ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെവലിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ബബിളും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? സെന്റർ ചെയ്യണം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഓൾട്ടിറ്റ്യൂഡ് ബബിള് സെന്റർ ചെയ്യണം. ലെവൽ ദ ഇൻസ്ട്രുമെന്റ് വിത്ത് റെഫറൻസ് ടു ദ പ്ലേറ്റ് ലെവൽ. ഫസ്റ്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പ്ലേറ്റ് ലെവലിന് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് ലെവലിംഗ് ചെയ്യാം. ദെൻ അഗെയിൻ ഓൾട്ടിറ്റ്യൂഡ് ബബിളിന് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് ലെവലിംഗ് ചെയ്യുക. ഇത് 900 ഒന്നല്ല കേട്ടോ, ഇത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി അത് ഇട്ടപ്പോൾ ഞാൻ സൂപ്പർ സ്ക്രിപ്റ്റ് ഇട്ടാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. തേർഡ് ഫുഡ് സ്ക്രൂസിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. ദെൻ ഇത് ഞാനൊരു ഫിഗർ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ഫിഗർ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? A and B are the 2 points that we want to measure the vertical angle. Okay, നമുക്ക് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യേണ്ട രണ്ട് പോയിന്റ്സ് ആണ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ഇപ്പൊ ഞാനിവിടെ തന്നിട്ടുണ്ട് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടോ? ഈ തീറ്റ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്ന ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? നമുക്ക് ഇത് വരുള്ളൂ കേട്ടോ. ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഫീൽഡിൽ പോയിട്ട് എന്ത് ചെയ്യണം? ട്രിപ്പോഡ് സെറ്റ് ചെയ്തു. ട്രിപ്പോഡിന്റെ മുകളിലായിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. അതിനാണ് നമ്മൾ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് അല്ലെ. സെറ്റിംഗ് അപ്പ് ഒക്കെ ചെയ്തു. ഓക്കെ, ദെൻ അതിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്തു? നമ്മള് സെന്ററിങ് ചെയ്തു അല്ലെ. സെന്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. സെന്ററിങ് ഓവർ ദ സ്റ്റേഷൻ. ദെൻ എന്ത് ചെയ്യണം? നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ഉണ്ട് അല്ലെ. അത് നമ്മള് ഇവിടെ ഒരു പ്ലേറ്റ് ലെവൽ ഉണ്ടായിരിക്കും. പ്ലേറ്റ് ലെവലിന് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് സെന്റർ ചെയ്യണം. ദെൻ നമ്മൾ വെർട്ടിക്കൽ സർക്കിളിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഓൾട്ടിറ്റ്യൂഡ് ബബിളിന് സെന്റർ ചെയ്യണം. അപ്പൊ അതിന് സെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഓൾട്ടിറ്റ്യൂഡ് ബബിള് ഏതെങ്കിലും രണ്ട് ഫുഡ് സ്ക്രൂസിന് പാരലായിട്ട് വെച്ചു. ദെൻ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് എന്നിട്ട് സെന്റർ ചെയ്തു. എന്നിട്ട് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ സെന്റർ ചെയ്തു അല്ലെ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എ ആൻഡ് ബി എന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഏത് പോയിന്റ് ആണോ തന്നിട്ടുള്ളത്
ആ പോയിന്റിന് നമ്മൾ സൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എ ആൻഡ് ബി എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്നത് ഇപ്പൊ ഇലക്ട്രിക് പോസ്റ്റ് ആവാം. നമ്മളിപ്പോ എന്തിനായിരിക്കും നമ്മൾ ഈ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്? ചിലപ്പോൾ ആ ഒരു എ ബി ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ഹൈറ്റ് കണ്ടുപിടിക്കാൻ? നമുക്ക് തീറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കാം കേട്ടോ ജസ്റ്റ്. അപ്പോൾ ഈ തീറ്റ നമുക്കുണ്ട് അല്ലെ, തീറ്റ നമുക്കുണ്ട്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ആരുടെ നിന്ന് കിട്ടും? ഈ തിയോഡലൈറ്റിൽ വെർട്ടിക്കൽ സർക്കിളിൽ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ആൽഫ എന്ന് പറയുന്ന ആംഗിളും നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ സർക്കിളിനകത്ത് നിന്ന് റീഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തീറ്റ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഞാൻ ഡി എന്ന് കൊടുക്കണം കേട്ടോ, വെറുതെ ഒരു പോയിന്റ്. അതായത് ദിസ് ഇസ് സെന്റർ പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ട്രുണിയൻ ആക്സിസ് എന്നൊക്കെ പറയുന്നത്. ഇതിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് ഈ ട്രുണിയൻ ആക്സിസിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആംഗിൾസ് എടുക്കുന്നത്. എ ആൻഡ് ബി മുകളിലാണോ താഴെയാണോ എന്നൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാം ഇത് മുകളിലാണോ താഴെയാണോ എന്നൊക്കെ? അപ്പൊ ഇവിടെ ഒരു 0 തന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ വെർട്ടിക്കൽ സർക്കിളിനകത്ത് ഒരു 0 ഉണ്ടായിരിക്കും. ഓക്കെ, വെർനിയർ സ്കെയിലിലെ 0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുകയായിരിക്കും. മെയിൻ സ്കെയിലിലെ 0 എന്ന് പറയുന്നത് നമ്മൾ ഈ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓടിക്കളിക്കും. അത് ടെലസ്കോപ്പ് നമ്മളിങ്ങനെ മുകളിലേക്ക് പൊക്കുകയാണെങ്കിൽ ആ 0 എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. നമ്മൾ താഴേക്കാണ് ഇതാക്കുന്നതെങ്കിൽ ആ 0 താഴേക്ക് പോരും. ഓക്കെ, അപ്പൊ അതിന്റെ പുറത്തായിട്ട് റീഡിങ്ങുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് വെർനിയർ സ്കെയിലിലെ 0 ഏത് റീഡിങ്ങുമായിട്ടാണോ കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത് ആ റീഡിംഗ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളതൊക്കെ ചെയ്യും. എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. കൊറോണയൊക്കെ മാറിയിട്ട് നമുക്ക് ലാബിൽ പോയിട്ട് എല്ലാ എക്സ്പെരിമെന്റും ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് അത് പ്രശ്നമായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് ലാബൊക്കെ എത്രയും പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യും. യൂട്യൂബ് ക്ലാസ്സസ് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഡിസംബറോട് കൂടെ ഓപ്പൺ ആവുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ലാബൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങളത് ഫീൽഡിൽ പോയി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകും. ഓക്കെ, അല്ലാണ്ട് നിങ്ങളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മൾ ലാബിൽ പോയിട്ട്. ആക്ച്വലി നമ്മൾ ഈ ഒരു ലാബും അതേപോലെ തന്നെ തിയറി ക്ലാസ്സും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സെഷനാണ്. പക്ഷെ നമുക്കിപ്പോൾ നിർഭാഗ്യവശാൽ ലാബും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ടും കൂടെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. നമുക്കിപ്പോൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം, നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എ ആൻഡ് ബി എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് എങ്ങനെയാണ് നമ്മൾ ഈ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് അല്ലെ? അതിപ്പോ എന്തിന്റെ ഹൈറ്റ് ആയിക്കോട്ടെ, നമുക്കൊരു ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാള് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു ബിൽഡിങ്, അതിന്റെയൊക്കെ ഹൈറ്റ് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നമുക്ക് ആക്സസിബിൾ അല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ആംഗിൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു തീറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ഇസ് ദ തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് മെഷർ ചെയ്തൂടെ? ഇത് ഓ, ഇത് സെന്റർ പോയിന്റ് നമുക്ക് ഓ അല്ലെങ്കിൽ പി ഒ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ദിസ് ഇസ് ദ പി പോയിന്റ്. ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന ഈ പോയിന്റ് ആണ് പി പോയിന്റ്. ഓക്കെ, പി ഡി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻസ്ട്രുമെന്റ് ടു ദ ഒബ്ജക്റ്റ് അല്ലെ? അതാണ് പി ഡി. അത് നമുക്കറിയാലോ. നമുക്കത് വേണമെങ്കിൽ ടാപ്പോ അല്ലെങ്കിൽ ചെയിനോ യൂസ് ചെയ്തിട്ട് നമുക്കത് മെഷർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഫീൽഡിൽ നിന്ന്. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, പി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അറിയാം. ദെൻ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ബി ഡി എന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഫസ്റ്റ് ബി ഡി പ്ലസ് എ ഡി എന്ന് പറയുന്നതല്ലേ ടോട്ടൽ എ ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ 2 എണ്ണമായിട്ടേ കിട്ടുള്ളൂ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ബി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണ്? ഒരു അഡ്ജസന്റ് സൈഡ് ഉണ്ട് അല്ലെ? ഈ ഒരു തീറ്റനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് ഇതെന്താണ്? തീറ്റനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് ഇതൊരു അഡ്ജസന്റ് സൈഡ് ആണ് അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് അറിയേണ്ടത്. അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ഉള്ള ഒരു റിലേഷൻ എന്താണ്? ടാൻ തീറ്റ അല്ലെ? ട്രിഗണോമെട്രിയിൽ നമുക്ക് ടാൻ തീറ്റ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡി ബി ഡിവൈഡഡ് ഓപ്പോസിറ്റ് സൈഡ് ഡി ബി ഡിവൈഡഡ് ബൈ പി ഡി.
അല്ലെ? അപ്പൊ നമുക്ക് അതിന് dB കണ്ടുപിടിച്ചൂടെ? തീറ്റയുണ്ട്, ഈ ഒരു അഡ്ജസന്റ് സൈഡും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് PD കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആൽഫയുടെ കേസിൽ നമുക്ക് ഈ PD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻസ്ട്രുമെന്റ് ടു ദ ഒബ്ജക്റ്റ്, അതാണ് PD എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന മെഷർമെന്റ് ആണ്. ദെൻ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഫീൽഡിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? AD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. AD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നെ ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ AD ഡിവൈഡഡ് ബൈ PD ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ ആൽഫ. ഓക്കെ, ടാൻ ആൽഫ വെച്ചിട്ട് നമുക്ക് AD എന്ന ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. അപ്പൊ നമുക്ക് AD നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ആംഗിള് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ സർക്കിൾ ആണ്. ഇതാണ്ട് ഇതൊരു വെർട്ടിക്കൽ സർക്കിൾ ആയിട്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് മാഗ്നിഫൈ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചപ്പോൾ അത് അങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വെർട്ടിക്കൽ സർക്കിളിലാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ആക്ച്വലി ഒരു ഇത്തിരി ഈ ടെലസ്കോപ്പ് ഇത്തിരി ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ബി മെഷർ ചെയ്യുമ്പോൾ. ഞാനിതിന് രണ്ട് ഭാഗത്തേക്ക് മെഷർമെന്റ് കാണിക്കേണ്ടതുകൊണ്ട് ഞാനിതിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബി മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇൻസ്ട്രുമെന്റിന് ടെലസ്കോപ്പ് ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതെടുത്ത നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊളിമേഷൻ ആണ് ഈ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ പോയിട്ട് ബിയിൽ നമുക്ക് ബി എക്സാക്ട് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് വരെ ഇവിടെ ഒരു വെർട്ടിക്കൽ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ വെർട്ടിക്കൽ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ടായിരിക്കും. അത് ലൂസൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെലസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യിക്കാൻ, റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. മുകളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി പോയിന്റ് കാണാം. മുകളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെർട്ടിക്കൽ സർക്കിളിൽ നോക്കിയാൽ കാണാൻ പറ്റും സി എന്ന സ്കെയിലില് സിയും ഡിയും സ്കെയിലുകളുണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് സ്കെയിലുകൾ ഉണ്ടായിരിക്കും. ഒരു ഭാഗത്ത് സി, ഒരു ഭാഗത്ത് ഡി. ഓക്കെ, ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട്. ഓക്കെ, റൈറ്റിലായിരിക്കും സി ഉണ്ടാവാം, ലെഫ്റ്റിലായിട്ട് ഡി സ്കെയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സർക്കിളിനകത്ത് ഒരു വെർട്ടിക്കൽ സർക്കിളിനകത്ത് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും. ഒരു സി സ്കെയില്, ഒരു ഡി സ്കെയില്. അതിന്റെ ഫിഗർ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാനത് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു സി സ്കെയിൽ ഉണ്ടായിരിക്കും, ഒരു ഡി സ്കെയിൽ ഉണ്ടായിരിക്കും. ഈ സി സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു മെയിൻ സ്കെയിലും ഒരു വെർണിയർ സ്കെയിലും കാണാൻ പറ്റും. അപ്പൊ ആ വെർണിയർ സ്കെയിലിൽ 0 ആണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. വെർണിയർ സ്കെയിലില് 0 അവിടെ സ്റ്റേബിൾ ആയിരിക്കും. മെയിൻ സ്കെയിലില് 0 ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ മെയിൻ സ്കെയിലിലെ 0യും വെർണിയർ സ്കെയിലിലെ 0യും എക്സാക്ട് ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ട്രൂലി ഹൊറിസോണ്ടൽ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിനെ എക്സാക്ട് ആയിട്ടൊന്ന് കോയിൻസൈഡ് ചെയ്യിപ്പിച്ച് നിർത്തുക. ഓക്കെ, എക്സാക്ട് ആയിട്ടൊന്ന് കോയിൻസൈഡ് ചെയ്യിപ്പിച്ച് നിർത്തുക. എന്നിട്ട് പതുക്കെ ടെലസ്കോപ്പ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കുക. അപ്പൊ എന്തുണ്ടാവും? ഈ ഒരു 0 ഇങ്ങനെ പോവും. മുകളിലേക്ക് ഇങ്ങനെ പൊക്കുമ്പോൾ 0 ഇങ്ങനെ മുകളിലേക്ക് പോവും. ഓക്കെ, മുകളിലേക്ക് ഇങ്ങനെ പോവും അല്ലെ? ഇങ്ങനെ പൊക്കുമ്പോൾ പോവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 0ന് എക്സാക്ട് കോയിൻസൈഡ് ചെയ്തിട്ട് അപ്പൊ വേറൊരു റീഡിങ് അവിടെ വരും അല്ലെ? ഒരു 5 ഡിഗ്രിന്നോ 3 ഡിഗ്രിന്നൊക്കെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ അത് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാം. അത് മെയിൻ സ്കെയിലില് നമുക്കിപ്പോ ഒരു 5 ഡിഗ്രി 30 മിനിറ്റ് കിട്ടിയെന്ന് വിചാരിക്കും. 20 മിനിറ്റ്, ഓക്കെ സോറി, 5 ഡിഗ്രി 20 മിനിറ്റ് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെർണിയർ സ്കെയിലിൽ ഏതുമായിട്ടാണ് എക്സാക്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കും. ആ റീഡിങ് കൂടെ എടുക്കും. അതൊരു 40 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. 40 സെക്കൻഡ് അല്ല, ഒരു 1 മിനിറ്റ് 40 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ എന്ത് വരും? 3 മിനിറ്റ് എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 മിനിറ്റ് അല്ല, എത്ര വരും? 8 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? ആ ഒരു റീഡിങ് എത്രയാന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ,
ദെൻ നമ്മൾ ഡി സ്കെയിലും ഇതേപോലെ തന്നെ മെയിൻ സ്കെയിൽ ഉണ്ടാവും, വെർനിയർ സ്കെയിൽ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ മിനിറ്റും സെക്കൻഡും, ഡിഗ്രി എടുക്കേണ്ട മിനിറ്റും സെക്കൻഡും എടുക്കുക, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തതാണ് ഹൊറിസോണ്ടൽ സർക്കിളിനകത്ത് നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ആംഗിൾ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ എ പോയിന്റും സൈറ്റ് ചെയ്യുക. എ പോയിന്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം താഴെയാണ് ഹൊറിസോണ്ടൽ ആംഗിൾ, അല്ലെങ്കിൽ നമ്മുടെ ട്രുണിയൻ ആക്സിന് താഴെയായിട്ടാണ് എന്ത് കിടക്കുന്നത്? എ പോയിന്റ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ആൽഫ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ കിട്ടുന്ന ആംഗിൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണോ ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു റീഡിങ് നമ്മുടെ ടാബുലർ കോളത്തിലേക്ക് എഴുതുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ പോസിറ്റീവ് ആയിട്ടും ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്തു? ബി പോയിന്റിലേക്കും എ പോയിന്റിലേക്കും എടുത്ത ആംഗിൾസ് മെഷർ ചെയ്തു. അതിന് നമ്മൾ ടാബുലർ കോളത്തിലേക്ക് ടാബുലേറ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇനി ഇതിന്റെ ഒരു പ്രൊസീജിയർ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ലെവലിംഗ് മാത്രമേ ചെയ്തുള്ളൂ. ലെവലിംഗ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ലെവലിംഗ് ചെയ്തിട്ട് അത്രല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ഓക്കെ, ലെവലിംഗ് ചെയ്തത് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് ലെവലും അതേപോലെ തന്നെ പ്ലേറ്റ് ലെവലും ലെവൽ ചെയ്തു. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രിങ് ദ ബബിൾ ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ് ലെവൽ ടു ദ സെന്റർ ഓഫ് ഇറ്റ്സ് റോ ബൈ മീൻസ് ഓഫ് ക്ലിപ്പ് സ്ക്രൂസ്. അപ്പൊ ആദ്യം നമ്മളെ ഈ ഒരു പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു ക്ലിപ്പ് സ്ക്രൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിപ്പ് സ്ക്രൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ആ 0 സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു വെർട്ടിക്കൽ സർക്കിളിനകത്ത് ആ 0 എക്സാക്ട് ആയിട്ട് കോയിൻസൈഡ് ചെയ്യില്ലെങ്കിൽ അത് എക്സാക്ട് ആയിട്ട് കോയിൻസൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു പെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെന്റിലുള്ള ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്ലിപ്പ് സ്ക്രൂവിലൊന്നും തൊടേണ്ട ആവശ്യമില്ല. അതെന്തായിരിക്കും? കറക്റ്റ് 0 കോയിൻസൈഡ് ചെയ്യുന്നത്. 0 കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ബബിളിൽ എന്ത് ഉണ്ടാവണം? സെന്റർ, ഓൾട്ടിറ്റ്യൂഡ് ബബിൾ സെന്റർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ലെവലിംഗും കൂടി ചെയ്തു വരുമ്പോൾ ഒക്കെ ഒരേപോലെ ഇരിക്കണം. അതെ, ഓൾട്ടിറ്റ്യൂഡ് ബബിൾ സെന്റർ ആയിരിക്കണം. അതേസമയം 0 സെറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും വേണം. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ദ ലൈൻ ഓഫ് കൊളിമേഷൻ ദസ് മെയ്ഡ് ഹൊറിസോണ്ടൽ ബൈ ദ വെർനിയർ റീഡ് 0. മനസ്സിലായില്ലേ? വെർനിയർ റീഡിങ് 0 നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ബബിള് സെന്ററിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കറക്റ്റ് ഹൊറിസോണ്ടൽ പ്ലെയിൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൊറിസോണ്ടൽ ആക്സിസ് ട്രൂലി ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പ് സ്ക്രൂല് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതൊരു പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന കേസാണ്. അപ്പൊ നിങ്ങൾ അത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ക്ലിപ്പ് സ്ക്രൂവിന്റെ കേസ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ കറക്റ്റ് 0 നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ബബിളൊക്കെ സെന്ററിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്ലിപ്പ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ പറഞ്ഞു വെർട്ടിക്കൽ ക്ലാമ്പ് എന്ന് പറഞ്ഞൊരു സ്ക്രൂ ഉണ്ട് നമ്മുടെ വെർട്ടിക്കൽ സർക്കിളിന് തൊട്ട് അപ്പുറത്തായിട്ട്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ക്ലാമ്പ് ലൂസൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ടെലസ്കോപ്പിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ടെലസ്കോപ്പിന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് പോയിന്റ് ആണോ ആവശ്യമുള്ളത് ആ പോയിന്റിനെ സൈറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ സൈറ്റ് ടു ദ ഒബ്ജക്ട് എ, ടെലസ്കോപ്പ് ടുവേർഡ്സ് ദ ഒബ്ജക്ട് എ. ഓക്കെ, ദെൻ ബൈസെക്ട് എ എക്സാക്ട്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാൻജന്റ് സ്ക്രൂ. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ക്ലാമ്പ് സ്ക്രൂ ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ ടാൻജന്റ് സ്ക്രൂ ഉണ്ടായിരിക്കും. എക്സാക്ട് ബൈസെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാൻജന്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. എക്സാക്ട് ബൈസെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടാൻജന്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ലൂസൺ ചെയ്ത് നമ്മളെ ഈ ക്ലാമ്പ് സ്ക്രൂ ലൂസൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെലസ്കോപ്പിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ എ പോയിന്റിനെ ബൈസെക്ട് ചെയ്തു. എ പോയിന്റിനെ ബൈസെക്ട് ചെയ്യിച്ചതിന് ശേഷം അതിന്റെ എക്സാക്ട് ബൈസെക്ഷൻ, അതിന്റെ ടിപ്പിൽ നമുക്ക് കൃത്യമായിട്ട് ബൈസെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ടാൻജന്റ് സ്ക്രൂ യൂസ് ചെയ്യണം. ഓക്കെ, വെർട്ടിക്കൽ ടാൻജന്റ് സ്ക്രൂ ആണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാൻജന്റ് സ്ക്രൂ ദെൻ എന്ത് ചെയ്യണം? ബോത്ത് സി ആൻഡ് ഡി നമ്മൾ റീഡ് ചെയ്യുക. ഓക്കെ, സി വെർനിയറും അതുപോലെ സി സ്കെയിലും ഡി സ്കെയിലും നമ്മൾ റീഡ് ചെയ്യാം. ഓക്കെ, സി സ്കെയിലിനകത്ത് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും റീഡ് ചെയ്യുക. ഡി സ്കെയിലിനകത്ത് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും റീഡ് ചെയ്യാം. Then mean of the two reading will give you the value of the required angle. Okay, ഇതിന്റെ രണ്ടിന്റെയും മീൻ ആയിരിക്കും നമുക്ക് വെർട്ടിക്കൽ ആംഗിൾ ആയിട്ട് കിട്ടുന്നത്. Okay, the angles are to be measured in both faces. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യുമ്പോഴും എന്ത് ശ്രദ്ധിക്കണം? രണ്ട് ഫേസിലും റീഡിങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് രണ്ടിന്റെയും ആവറേജ് ആണ് നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ ആയിട്ട് എടുക്കുന്നത്.
അപ്പൊ ഇതാണ് നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ എടുക്കുന്ന നമ്മുടെ സ്കെയിൽ, വെർട്ടിക്കൽ സർക്കിളിലെ റീഡിങ്ങുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ഹൊറിസോണ്ടൽ സർക്കിൾ. ഓക്കെ, ഹൊറിസോണ്ടൽ സർക്കിളിന് അതേപോലെ തന്നെയാണ്. പക്ഷെ സാധാരണ നമ്മളൊരു വെർട്ടിക്കൽ സർക്കിളിനകത്ത് 0 to 90 വരെയാണ് അടയാളപ്പെടുത്താറുള്ളൂ. ഓക്കെ, 0 to 360 വരെ അടയാളപ്പെടുത്തുന്ന സ്കെയിലുകളുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഏതുവരെ അടയാളപ്പെടുത്താറുള്ളൂ? 0 to 360 അല്ല, 0 to 90. ഓക്കെ, 0 to 90. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിൽ VSR, വെർനിയർ സ്കെയിൽ റീഡിങ്. ഇതാണ് എന്ത്? മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിൽ. ഓക്കെ, മെയിൻ സ്കെയിൽ റീഡിങ് MSR. ദെൻ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? 0 സെറ്റ് ചെയ്യുക അല്ലെ? 0 സെറ്റ് ചെയ്യുക. കണ്ടോ, മെയിൻ സ്കെയിലിലെ 0യും വെർനിയർ സ്കെയിലിലെ 0യും എക്സാക്ട് ആയിട്ടൊന്ന് കോയിൻസൈഡ് ചെയ്യിപ്പിച്ച് നിർത്തുക. എന്നിട്ട് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ബബിൾ സെന്റർ അല്ലേ, അത് കറക്റ്റ് സെൻട്രൽ പൊസിഷനിലല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. അത് ജസ്റ്റ് ഒരു ചെക്കാണ്. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? റീഡിങ് എടുക്കാൻ പോവാണ്. അപ്പം ഈ മെയിൻ സ്കെയിലിൽ 0 ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ടെലസ്കോപ്പ്, ഇവിടെ നമ്മുടെ ടെലസ്കോപ്പ് ഉണ്ടായിരിക്കും. ടെലസ്കോപ്പിന് ലെൻസ് ഒക്കെ ഉണ്ട്. ഇതുമ്മിലാണ് കേട്ടോ ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ടെലസ്കോപ്പിന് പയ്യെ ഇങ്ങോട്ട് പൊക്കുമ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ പൊക്കുകയാണ്, നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ പയ്യെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതാണ്ടോ, ഈ 0 ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലെ? ഈ 0 ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഈ നമ്മുടെ VSRന്റെ 0ന്റെ അവിടെ, നമ്മുടെ വെർനിയർ സ്കെയിലിന്റെ 0ന്റെ അവിടെ ഏതെങ്കിലും മറ്റൊരു റീഡിങ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എക്സാക്ട് ആയിട്ട് കോയിൻസൈഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെർനിയർ സ്കെയിലിലെ 0 മെയിൻ സ്കെയിലിലെ ഏത് റീഡിങ്ങുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യിച്ച് നിൽക്കുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, അതായിരിക്കും നമ്മൾ എന്ത്? വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു 5ഓ 10 ഒക്കെ ആകുമ്പോഴേക്കും വളരെയധികം മുകളിലേക്ക് പോകും. 90 ഡിഗ്രിയിലാകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും ടെലസ്കോപ്പ് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ടെലസ്കോപ്പ് കറക്റ്റ് ഇങ്ങനെ 90 ഡിഗ്രിയിൽ ഇങ്ങനെ മുകളിലേക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് കിട്ടില്ല, അത് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ 90 വരെ ആയിരിക്കും നമ്മൾ സാധാരണ ഒരു മെയിൻ സ്കെയിൽ റീഡിങ്ങിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, 0 to 90 വരെ. ഓക്കെ, അപ്പോൾ 0 to നമുക്ക് സാധാരണ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ 3 ഡിഗ്രിയോ 4 ഡിഗ്രിയോ അത്രയൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പൊ അത്ര ഒരു 10ന്റെ ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്ക് സാധാരണ ഒരു റീഡിങ് എടുക്കുമ്പോൾ കിട്ടുള്ളൂ. ദെൻ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? 0 എക്സാക്ട് ആയിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് ഏത് റീഡിംഗ് ആണോ ആ റീഡിങ് മെഷർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മെയിൻ സ്കെയിൽ റീഡിങ് ഇവിടെ തന്നിരിക്കുന്ന മെയിൻ സ്കെയിൽ റീഡിങ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യും. ദെൻ വെർനിയർ സ്കെയിൽ റീഡിങ് നോട്ട് ചെയ്യും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? നമ്മുടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡി സ്കെയിലും, ഇതിപ്പോ സി സ്കെയിലിലെ കേസാണെന്ന് വിചാരിക്കും. ഡി സ്കെയിലും ഇതേപോലെ തന്നെ നമ്മൾ മിനിറ്റും സെക്കൻഡും മാത്രമേ മെഷർ ചെയ്യുള്ളൂ, ഡിഗ്രി നമ്മൾ എടുക്കില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ മിനിറ്റും സെക്കൻഡിന്റെയും കൂടെ നമുക്ക് ഡി സ്കെയിലിൽ കിട്ടിയിട്ടുള്ള മിനിറ്റും സെക്കൻഡും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കും. ഡിഗ്രി നമ്മൾ അത് തന്നെ എടുക്കും. ഇപ്പൊ 5 ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളെങ്കിൽ 5 ഡിഗ്രി എടുക്കും. എന്നിട്ട് മിനിറ്റും സെക്കൻഡും രണ്ടത്തെയും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, മെയിൻ സ്കെയിൽ റീഡിംഗ് ഓൺ ദ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് 0 ഡിഗ്രി 20 മിനിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. വെർനിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 6 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെർനിയർ സ്കെയിലിൽ നമുക്ക് സെക്കൻഡ്സ് കിട്ടി. ഓക്കെ, 6 മിനിറ്റ് 20 സെക്കൻഡ്. ദെൻ വെർട്ടിക്കൽ സർക്കിൾ റീഡിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ഡിഗ്രി 6 മിനിറ്റ്, ഇവിടെ 20 മിനിറ്റ് ഉണ്ട്, അപ്പൊ 26 മിനിറ്റ് ആണ് കേട്ടോ. 26 മിനിറ്റ് 20 സെക്കൻഡ്. ഓക്കെ, ദെൻ നോട്ട് ദ 19th ഡിവിഷൻ ഓൺ ദ വെർനിയർ കോയിൻസൈഡ് വിത്ത് മെയിൻ സ്കെയിൽ. ഓക്കെ, മെയിൻ സ്കെയിൽ ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് 19th ഡിവിഷൻ ആവുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഓക്കെ, ദെൻ ടു ദ മെയിൻ സ്കെയിൽ റീഡിംഗ്. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെയാണ് ടാബ്ലേറ്റ് ചെയ്യുന്നതെന്നും കൂടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ആദ്യം നമുക്ക് എ എന്ന പോയിന്റിലേക്ക് നോക്കിയപ്പോൾ എ എന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്രഷൻ ആയിട്ടാണ്, അതായത് താഴെയായിരുന്നു, നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെയായിട്ടായിരുന്നു എ പോയിന്റ് കിടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, എനെ മൈനസ് ആയിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. -5 ഡിഗ്രിയാണ് അല്ലെ. ഡിഗ്രി നമുക്ക് സി സ്കെയിലിൽ നിന്ന് കിട്ടിയ റീഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഫേസ് ലെഫ്റ്റ് ഫേസ് റൈറ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്തപ്പോൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് എങ്ങോട്ടാണ് നമ്മൾ സൈറ്റ് ചെയ്യുന്നത്, ഇൻസ്ട്രുമെന്റ് അറ്റ് സൈറ്റ് 2 AB എന്നുള്ള 2 കോളത്തിന് പകരം ഇവിടെ സിയും ഡിയും ആണ്, സി സ്കെയിലും ഡി സ്കെയിലും ആണ്. ദെൻ അതിന്റെ മീൻ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇവിടെ കാണുന്നത്. ദെൻ വെർട്ടിക്കൽ ആംഗിൾ നമ്മൾ മെഷർ ചെയ്തിട്ട് അതിന്റെ എത്രയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഫേസ് റൈറ്റിലും സെയിം കോളംസ് റിപ്പീറ്റ് ചെയ്യുന്നു. ദെൻ വെർട്ടിക്കൽ ആംഗിൾസ് രണ്ടിലും കിട്ടിയത് എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കാണുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പൊ -5 ഡിഗ്രി, പിന്നെ മിനിറ്റ് കിട്ടിയത് 12 മിനിറ്റ് ആണ്. ഓക്കെ, 20 സെക്കൻഡ്, അതാണ് നമുക്ക് സി സ്കെയിലിൽ നിന്ന് കിട്ടിയ റീഡിങ്. ഡി സ്കെയിലിൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ, മിനിറ്റും സെക്കൻഡും മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിൽ 12 മിനിറ്റ് 0 സെക്കൻഡ് എന്ന് വന്നു. അപ്പൊ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു, ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിലെ നമ്മുടെ ഈ സി സ്കെയിലിലെ മിനിറ്റും സെക്കൻഡും ഡി സ്കെയിലിലെ മിനിറ്റും സെക്കൻഡിന്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും, 5 ഡിഗ്രി 12 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെ. അപ്പൊ 12 മിനിറ്റ് 20 സെക്കൻഡ് പ്ലസ് 12 മിനിറ്റ് 0 സെക്കൻഡ്, അപ്പൊ എന്ത് വരും, 12 പ്ലസ് 12 24, ദെൻ 20 പ്ലസ് 0 20, അപ്പൊ എന്താ 24 ഡിഗ്രി 20 മിനിറ്റ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആവറേജ് കണ്ടുപിടിക്കണം. സോ 12 ഡിഗ്രി 10 മിനിറ്റ് എന്ന് വന്നു. അതാണ് 5 ഡിഗ്രി 12 മിനിറ്റ് 10 സെക്കൻഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ രണ്ടിനെയും ആഡ് ചെയ്തിട്ട്, അതായത് സി സ്കെയിലിലെ മിനിറ്റും സെക്കൻഡും ഡി സ്കെയിലിലെ മിനിറ്റും സെക്കൻഡിന്റെയും കൂടെ ആഡ് ചെയ്യുക, അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ബി സ്കെയിലിൽ നമുക്ക് കിട്ടിയത് 2 ഡിഗ്രി എന്നാണ്. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റ് മുകളിലായത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ പോസിറ്റീവ് എന്ന് റെപ്രസെന്റ് ചെയ്തത്. സോ 2 ഡിഗ്രി 25 മിനിറ്റ് 40 സെക്കൻഡ്, അതാണ് സി സ്കെയിലിന് കിട്ടിയത്. ദെൻ ഇവിടെ കിട്ടിയത് 25 ഡിഗ്രി 20 മിനിറ്റ്. ഓക്കെ, 25 ഡിഗ്രി 20 മിനിറ്റ്. അപ്പൊ നമുക്ക് എന്ത് വരും, 25 പ്ലസ് 25 50 അല്ലെ. 50 മിനിറ്റ് 40 പ്ലസ് 20 എന്താ വരിക, 60. ഓക്കെ, അപ്പൊ അവിടെ 60 സെക്കൻഡ് എന്നാണ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 60 സെക്കൻഡ് അല്ല, അതിന് നമ്മൾ 1 മിനിറ്റ് ആയിട്ട് മറ്റേന്റെ കൂടെ ആഡ് ചെയ്യുക, അത് 51 എന്ന് വരും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്ത് വന്നു, 51 ഡിവൈഡഡ് ബൈ 51 മിനിറ്റ് ഡിവൈഡ് ബൈ 2, അപ്പൊ എന്ത് വരും, 25 മിനിറ്റ് 30 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അതാണ് 2 ഡിഗ്രി 25 മിനിറ്റ് 30 സെക്കൻഡ് നമ്മൾ എഴുതിയത്. ഓക്കെ, ദെൻ നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കേസിൽ. ഇവിടെ കണ്ടോ, ബി എന്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് വെർട്ടിക്കൽ ആംഗിൾ മാത്രമാണ് മെഷർ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ സാധാരണ ഒരു വെർട്ടിക്കൽ ആംഗിൾ വെച്ചിട്ട് ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ആംഗിൾ ടോട്ടൽ ആയിട്ട് എത്രയാന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. അത് കാരണം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമുക്ക് +5 എന്ന് കിട്ടി. ദെൻ നമുക്ക് ഇങ്ങനെ ആയിരുന്നില്ല അല്ലെ, ഇവിടെ ആയിരുന്നു, -5 എന്ന് കിട്ടി, +2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാ, സൈനൊന്നും നിങ്ങൾ നോക്കണ്ട, ആംഗിൾ ഓഫ് ഡിപ്രഷനും ആംഗിൾ ഓഫ് എലിവേഷനും ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്ലസും മൈനസും ഒക്കെ ഇട്ടത്. പക്ഷെ നമുക്കിത് എന്താണ്, ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ആംഗിളും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ടോട്ടൽ എന്ത് വരും, 7, അതായത് നമ്മൾ ഈ 2 ആംഗിൾസും കൂടെ ആഡ് ചെയ്യാം. അതായത് 5 + 2 7, then 12 + 25 37, 10 + 30 40. സോ 7 ഡിഗ്രി 37 മിനിറ്റ് 40 സെക്കൻഡ് എന്ന് വന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഫേസ് റൈറ്റിൽ ചെയ്യുമ്പോഴും. ഫേസ് റൈറ്റിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ടാവുള്ളൂ, ഡിഗ്രിയിലൊന്നും ഇതുവരെ ചേഞ്ച് ഉണ്ടാവില്ല. അതേപോലെ തന്നെ മിനിറ്റിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ്, കാരണം നമ്മൾ വീണ്ടും ആ പ്രൊസീജിയർ, ആ സെയിം പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ സെയിം ആണ് ചെയ്യുന്നതെങ്കിലും ആ വീണ്ടും ഒരു പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യല്ലേ. അപ്പൊ എന്തെങ്കിലും കോയിൻസൈഡ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ
റീഡ് ചെയ്തപ്പോഴൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ, ഒരു കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളെ അതിനകത്ത് വരുള്ളൂ. ഓക്കെ, ഫേസ് റൈറ്റിനും ഫേസ് ലെഫ്റ്റിനും ചെറിയ വ്യത്യാസമേ വരുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ആംഗിൾ ഫേസ് ലെഫ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 7 ഡിഗ്രി 37 മിനിറ്റ് 40 മിനിറ്റ് ആണ്, 40 സെക്കൻഡ് ആണ്. ഇവിടെ നമുക്ക് 7 ഡിഗ്രി 38 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. കണ്ടോ, 37 38, വളരെ ചെറിയ ഡിഫറൻസേ വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിൾസും കൂടെ ആഡ് ചെയ്യാം. അതായത് 14 മിനിറ്റ് 37 പ്ലസ് 38 പിന്നെ 40 പ്ലസ് 20. അപ്പൊ നമുക്ക് എന്ത് വരും? 7, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2. അപ്പൊ നമുക്ക് 7 ഡിഗ്രി 38 മിനിറ്റ് 0 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഫേസ് റൈറ്റും ഫേസ് ലെഫ്റ്റും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടാബുലാർ കോളം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ഇനി ഫീൽഡിൽ പോയി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഈ ടേബിളാർ കോളാണ്. ടേബിളാർ കോളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീഡിങ്ങുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. എല്ലാവരും ഈ ഒരു സെഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി നോട്ട്സ് എഴുതാൻ സമയം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാനിങ്ങനെ ക്ലാസ് എടുത്തു പോകുമ്പോൾ, ഇപ്പം നമ്മൾ ക്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രമേ ഞാൻ അടുത്തത് പറയുള്ളൂ. പക്ഷെ ഇപ്പം ഞാനിങ്ങനെ പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ നോട്ട് എഴുതാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ക്ലാസ് ഒന്നുകൂടി സ്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക കേട്ടോ. നിങ്ങൾ ലൈവ് ചാറ്റ് ചെയ്യുമ്പോൾ അതിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കാൻ കൂടെ തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ടാബിളും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിത്തിരി സമയം പോവും. അപ്പോൾ ഞാനതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ, നിങ്ങൾക്കത് വരയ്ക്കണം എഴുതണം എന്നുള്ളതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്കത് നിങ്ങൾക്ക് എഴുതാനുള്ള സമയം തരാൻ ഞാൻ വിട്ടു പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ശരി.